ലീഗാണ് ആവശ്യം. പക്ഷേ ഇന്നത്തെ BJP അന്നത്തെ ജനസംഘം അവരുമായി ഒന്നിച്ചു ചേർന്നാണ് കോൺഗ്രസ് മലപ്പുറം ജില്ല അട്ടിമറിക്കാനുള്ള നിലപാട് സ്വീകരിച്ചത്. ആ കോൺഗ്രസ് പാർട്ടിയുടെ ആര്യാടൻ മുഹമ്മദിന്റെ മകനടക്കം മത്സരിക്കുന്നത് അദ്ദേഹം ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അങ്ങ് ജംസറാജ് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിന്റെ എത്ര ചോദ്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്? പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലേക്ക് റെയ്ഡ് നടത്തണം എന്ന് പറഞ്ഞ നേതാവാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയ സജീവമായിട്ടുണ്ട്. ഈ PV അൻവർ നിങ്ങൾ തള്ളി പറയുമ്പോഴും PV അൻവറിന് എത്രമാത്രം ആരോപണം? അഴിമതി ആരോപണം ഉന്നയിച്ചു. VV പ്രകാശിന്റെ മർമ്മവുമായി ബന്ധപ്പെട്ട ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. ഇത്ര ഒറ്റ ആരോപണങ്ങൾ നിങ്ങളെ സ്ഥാനാർത്ഥി പറയുന്നില്ല മറുപടി. PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു തുടങ്ങാനാണ് എങ്കിൽ ആര് തുടങ്ങണം? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ല, അങ്ങ് ചോദ്യം പ്ലേസ് ചെയ്തല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തൊട്ട് തുടങ്ങണ്ടേ? കാരണം PV അൻവർ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളല്ല. PV അൻവർ ഞങ്ങളുടെ നേതാവുമല്ല. പക്ഷേ PV അൻവർ 9 വർഷക്കാലം ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന സർക്കാരിനെതിരായിട്ട് അന്ന് PV അൻവറിൻ്റെ വാക്കുകൾക്കാണ് ക്രെഡിബിലിറ്റി കൊടുക്കുന്നതെങ്കിൽ 9 വർഷക്കാലം സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് കണ്ടു പറയുന്ന കാര്യങ്ങൾക്ക് ആദ്യം മറുപടി പറഞ്ഞിട്ട് ബാക്കി ഇപ്പോൾ പ്രതിപക്ഷത്തിനെതിരായിട്ട് സ്വാഭാവികമായിട്ടും ആ സർക്കാരിൻ്റെ ഭാഗമായി നിന്നിരിക്കുന്ന ആളുകൾ ആക്ഷേപം ഉന്നയിക്കുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. ഇനി അങ്ങനെ ചോദ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചോദിച്ചോട്ടെ, മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം ഈ ജില്ലയിലെ കുട്ടികൾ SSLCക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകുമ്പോൾ ഉറക്കമുളച്ചിരുന്ന പഠിച്ച് അവരുടെ അധ്വാനത്തെ പോലും റദ്ദ് ചെയ്തുകൊണ്ട് ശ്രീ VS അച്യുതാനന്ദൻ അത് കോപ്പി അടിച്ചുണ്ടായ ജയമാണെന്ന് പറഞ്ഞതിനെ പറ്റി എന്താ ശ്രീ M സ്വരാജിൻ്റെ നിലപാട്? ശ്രീ M സ്വരാജിന് VSുമായിട്ട് പല വിഷയങ്ങളിലും കൃത്യമായ നിലപാടുണ്ടായിരുന്നല്ലോ. അത് VS തന്നെ പല അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വ്യക്തിപരമായി പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നു VSൻ്റെ ആ നിലപാടിനോട് ഈ സ്ഥാനാർത്ഥിയുടെ നിലപാടെന്താണ്? ഇനിയും ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് അദ്ദേഹത്തിൻ്റെ ആദർശ നേതാവായ ശ്രീ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന പ്രത്യേക PR അഭിമുഖം, ഏതൊരു അഭിമുഖമല്ല, ഒരു PR അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ ഈ കേരളത്തിൻ്റെ സ്വർണ്ണക്കടത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുന്ന രീതിയിൽ വക്രീകരിച്ചതിനെ പറ്റി എന്താണ് ശ്രീ M സ്വരാജിൻ്റെ നിലപാട്? ഈ നാട്ടിലെ ജനങ്ങൾ എന്തിനാ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്ത് കഴിയുന്ന ആളുകളെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന ആൾക്കല്ലേ ഇവർ ചുമതല കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഇതിനൊക്കെ മറുപടി പറയട്ടെ. വർത്തമാന കാലത്തുണ്ടായ നമ്മുടെ കണ്ണിൽ കണ്ട ഈ സംഭവങ്ങൾക്ക് ശ്രീ M സ്വരാജ് മറുപടി പറയട്ടെ. അല്ല, ഞാൻ പറയാം. അതായത് ഞാൻ പറയാം, നിങ്ങൾ ചോദിച്ചല്ലോ. ഇപ്പോൾ ഒരു നിലമ്പൂർ മുനിസിപ്പാലിറ്റി നേരത്തെ നിലമ്പൂർ പഞ്ചായത്തായിരുന്നു. നിലമ്പൂർ പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആക്കണമോ എന്ന ചർച്ച നടക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി ആക്കണം എന്നൊരു പക്ഷം, അത് പഞ്ചായത്ത് തന്നെയായി തുടരണമെന്ന് വേറൊരു പക്ഷം. അപ്പോൾ പഞ്ചായത്തായി തുടരണം എന്ന നിലപാട് സ്വീകരിച്ചു എന്നതുപോലെയാണോ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ വർഗീയവാദികളാണ് എന്ന് പറയുന്നത്? മലപ്പുറം ജില്ല റവന്യൂ അതിർത്തി, മലപ്പുറം റവന്യൂ ജില്ല വിഭജിച്ച് മലപ്പുറമായി ഒരു ജില്ല ഉണ്ടാക്കണം വേണ്ട എന്ന ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഒരു നിലപാട് സ്വീകരിക്കുന്നത് പോലെയാണോ ആ ജില്ല രൂപീകരിച്ചതിന് ശേഷം ആ ജില്ലയിലെ ജനങ്ങൾ മുഴുവനും വർഗീയവാദികളാണ് എന്ന് പറയുന്നത്? ഇതിനെങ്ങനെയാണ് സമീകരിക്കാൻ കഴിയുക? ആര് പറഞ്ഞത്? എവിടെ പറഞ്ഞു? അത് ജനസംഘമാണ് പറഞ്ഞത്. മാത്രമല്ല ജനസംഘവുമായി ചേർന്ന് കേരളത്തിൽ തന്നെ ഒരുമിച്ച് മത്സരിച്ചത് ആരാ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? LK അദ്വാനി അടക്കം പാലക്കാട് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മുന്നണിയായി തെരഞ്ഞെടുപ്പിൽ മുന്നണിയായി മത്സരിച്ചത് ആരാ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോ സോളാർ സമരത്തിൽ ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ് ഞാൻ പറയാം. നിങ്ങളെ ചോദ്യം ചോദിച്ചു. അല്ല, ഒരു വിഷയം ഞാൻ പറയാം. സോളാർ സമരത്തിൽ BJPയും CPMഉം ഒരുമിച്ച് സമരം ചെയ്തിട്ടുണ്ട്. അത് BJPയും CPMഉം മുന്നണിയായിട്ടാണോ? എങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുന്നണിയാകുന്നത്, അതും സാക്ഷാൽ LK അദ്വാനി അടക്കം CPMന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ കൊണ്ടുവന്നത് ഈ കേരളത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച പാലക്കാടാണ്. അപ്പോൾ ഒരു ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ജില്ലാ രൂപീകരണം, ഞാൻ പറയാം, കൃത്യമായി പറയാം, ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ല രൂപീകരിക്കണം വേണ്ട എന്ന അഭിപ്രായം നടക്കുന്ന സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞതുപോലെ അല്ല ഈ ജില്ല. കൃത്യമായി പറയണം, ജില്ലയിലെ ജനങ്ങളെ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നാണ്? 67 ചോദ്യമല്ല ഈ ചോദ്യം 2023, 24, 25 ഈ കാലഘട്ടത്തിലെ ചോദ്യമാണ്. അല്ലാതെ മരണപ്പെട്ടു പോയ ആര്യാടൻ മുഹമ്മദിനെ കുറിച്ചും അല്ല ചോദിക്കുന്നത്. ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമാണ്.
ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ഇന്ന് കേരളത്തിലെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ, ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ, ഇവരെടുത്ത നിലപാടിനെ തള്ളിപ്പറയാൻ സ്വരാജ് തയ്യാറുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ 67 66 എടുത്ത നിലപാടിനെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്.